ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 3 ആണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. യൂണിറ്റ് 3യിൽ തന്നെ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നല്ലൊരു വർക്കാണ്. ടോട്ടോ ചാൻ എന്ന വികൃതി കുട്ടിയുടെ കുറച്ച് ഭാഗം കേട്ടോ. ആ കുട്ടിയുടെ ഒരുപാട് കഥകളുണ്ട്, അതിൽ വളരെ കുറച്ച് ഭാഗം. ടോട്ടോ ചാൻ എന്നുള്ള ഒരു വർക്ക് എഴുതിയിരിക്കുന്നത് തെസ്തുഗോ കുറിയോനഗി എന്നുള്ള ജാപ്പനീസ് റൈറ്ററാണ് കേട്ടോ. ഒരുപാട് വിട്ടെഴിഞ്ഞ ഒരു വർക്കാണിത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓരോ സബ് ഹെഡിങ്സ് ആയിട്ട് കുറേ കഥകളില്ലേ. അപ്പോൾ ഇത് ശരിക്കും ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റാണ് ഇതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു വർക്കിനകത്തെ വളരെ മനോഹരമായ കുറച്ച് ഭാഗമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ മക്കളെ, ഇത് മലയാളത്തിലും നിങ്ങൾക്ക് വായിക്കാനായിട്ട് കിട്ടുന്ന ഒന്നാണ് ടോട്ടോ ചാൻ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാവും. നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് ലൈബ്രറിയിൽ നിന്നൊക്കെ ഒന്ന് എടുത്തൊന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും യൂണിറ്റ് 3യിലോട്ട് ആദ്യം കിടക്കാം. എന്തൊക്കെയാണ് യൂണിറ്റ് 3യിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്കത് നോക്കാം. മക്കളെ, നിങ്ങളുടെ യൂണിറ്റ് 3 പേജ് നമ്പർ 57 ക്ലൗഡ് 9 എന്നുള്ളതാണ്. ക്ലൗഡ് 9 എന്ന് പറയുന്നത് നമ്മൾ അങ്ങേയറ്റ സന്തോഷത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് ക്ലൗഡ് 9 എന്നുള്ളതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നോക്കിയേ, എന്താ 3-4 പിക്ചേഴ്സ് ഉണ്ട്. ആരുടെയൊക്കെയാണെന്ന് നോക്കും മക്കളെ. ആദ്യം നമുക്കറിയാം നമ്മുടെ മഹാത്മാഗാന്ധി, പിന്നീട് ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്, പിന്നെ റാൽഫ് വാൽഡോ എമേഴ്സൺ, പിന്നീട് ആലീസ് വോക്കർ. ഇവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം. ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടാണ്. ഹാപ്പിനെസ് ഈസ് വെൻ വോട്ട് യു തിങ്ക്, വോട്ട് യു സേ ആൻഡ് വോട്ട് യു ഡു ആർ ഇൻ ഹാർമണി. അതായത് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹാപ്പിനെസ്, സന്തോഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത്, ഇത് മൂന്നും കൂടി ഒരു ഇഴുകിച്ചേരുന്നത്. ഇത് മൂന്നും ഒരേപോലെ വരണം. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം തന്നെ നമ്മൾക്ക് പറയാനും ചെയ്യാനും സാധിക്കണം. എങ്കിൽ നമ്മൾ എന്തിലാണ്? ഹാപ്പിനെസ്സിലാണ്. ചിന്തിക്കുന്നത് നമ്മൾ ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ നടക്കുന്നില്ല, വേറെ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നതും പറയുന്നത് പോലും ഒന്നുമല്ല നമ്മുടെ ലൈഫ്. നമ്മൾ ഹാപ്പിനെസ്സിലാണോ? അല്ല. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരു ഹാർമണിയിൽ വന്നാൽ മാത്രമേ എന്തുണ്ടാകൂ? ഹാപ്പിനെസ് ഉണ്ടാകൂ എന്ന് ആര് പറഞ്ഞു? മഹാത്മാഗാന്ധി പറഞ്ഞു. ഇനി നോക്കിയേ, ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ് ആരാണ്? കൊളംബിയൻ നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, നൊബേൽ പ്രൈസൊക്കെ വാങ്ങിയ ആളാണ്. എന്താണ്? 100 Years of Solitude എന്ന് പറയുന്ന വർക്കിന് നൊബേൽ പ്രൈസ് വാങ്ങിയ ആളാണ്. ആര്? ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ് കേട്ടോ. അദ്ദേഹം എന്താ പറയുന്നത്? നോ മെഡിസിൻ ക്യൂർസ് വാട്ട് ഹാപ്പിനെസ് കൻ നോട്ട്. നോ മെഡിസിൻ ക്യൂർസ്, ഒരു മെഡിസിനും സുഖപ്പെടുത്താനാകില്ല. എന്ത്? സന്തോഷത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത കാര്യം വേറെ ഒരു മരുന്നിനും സുഖപ്പെടുത്താനാകില്ല. അപ്പോൾ ഏറ്റവും വലിയ മെഡിസിൻ എന്താ മക്കളെ? ഹാപ്പിനെസ് ആണ്. ഇനി റാൽഫ് വാൽഡോ എമേഴ്സൺ എന്താ പറയുന്നു? അദ്ദേഹം ആരാണ്? അമേരിക്കൻ എസേയിസ്റ്റ് ആണ് കേട്ടോ. ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി യു ലോസ് 60 seconds ഓഫ് ഹാപ്പിനെസ്. എന്താണ്? നിങ്ങൾ 1 മിനിറ്റ് ദേഷ്യപ്പെടുകയാണ്, അപ്പോൾ നിങ്ങൾ എന്താ നഷ്ടപ്പെടുത്തുന്നത്? 60 സെക്കൻഡ് സന്തോഷമാണ് നഷ്ടപ്പെടുത്തുന്നത്. എങ്ങനെയാണ് മക്കളെ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് ഉള്ളത്? 60 സെക്കൻഡ്. അപ്പം നമ്മൾ 1 മിനിറ്റ് നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. 60 സെക്കൻഡ് നമുക്ക് സന്തോഷിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. 1 മിനിറ്റ് ദേഷിക്കുന്നതും 1 മിനിറ്റ് സന്തോഷിക്കുന്നതും. 1 മിനിറ്റ് എന്ന് പറഞ്ഞാലും 60 സെക്കൻഡ് എന്ന് പറഞ്ഞാലും തുല്യമാണ്. പക്ഷെ ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നില്ലേ? അതോർക്കുക. 1 മിനിറ്റ് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ എന്താണ്? 1 മിനിറ്റ് സന്തോഷിക്കാനുള്ള സമയമാണ് കളയുന്നത് എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ പറഞ്ഞു തന്നു നിങ്ങളോട്? നിങ്ങൾ 60 സെക്കൻഡ് സന്തോഷിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു തന്നു. ഇനി അടുത്ത് നോക്കിയേ, ആലീസ് വോക്കർ ആരാണ്? അമേരിക്കൻ റൈറ്ററാണ്. ഇമ്പോർട്ടൻ്റ് വർക്കാണ് കളർ പേർപ്പിൾ എന്നുള്ളത് കേട്ടോ. Don't walter on for people to be happy for you. Any happiness you get, you have got to make yourself. എന്താണ്? നമ്മൾ മറ്റുള്ളവരെ പറവിന് എന്തിനാ സന്തോഷിക്കുക? എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ല നടക്കേണ്ടത്. നമ്മൾ എന്തിന് നടക്കണം? നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ്? നമ്മളുടെ സന്തോഷത്തിനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം കൊണ്ടുത്തരുന്നത് എന്ത് മാത്രമാണ്? നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള വഴി. അല്ലാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണോ? അല്ല. ഇനി നോക്കൂ മക്കളെ, ദി ഡോർവേ. ലുക്ക്, ദേ ആർ റിയലി ലെറ്റിംഗ് ദംസെൽവ്സ് ഗോ. യാ, ദേ ആർ ഓൺ ക്ലൗഡ് 9. റിയലി ദേ സീം ടു ബി ഓവർ ദി മൂൺ.
എന്താണ് ഇവിടെ അതേ കുറേ കുട്ടികൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിങ്ങനെ ഓടി നടക്കുന്നു. അതിലെന്താ പറയുന്നത്, അവർക്ക് ഒരു നിയന്ത്രണമില്ല, അവർ തന്നെത്താനെ അവരുടെ സന്തോഷം കണ്ടെത്തി ഓടി നടക്കുകയാണല്ലേ. അവർ തന്നെ അവരുടെ സന്തോഷത്തിനെ ലെറ്റ് ദം ഗോ, അവർ തന്നെ അങ്ങ് പോവുകയാണ്, ഓടി നടക്കുകയാണ്. അവരെന്തിലാണ്? Cloud 9-ലാണ്. എന്താണ് Cloud 9? ടു ബി എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അങ്ങേയറ്റം ഹാപ്പിയും അങ്ങേയറ്റം സന്തോഷിക്കുകയും അങ്ങേയറ്റം എക്സൈറ്റഡുമായിരിക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയേണ്ടത്? നമ്മൾ Cloud 9-ലാണെന്ന് പറയേണ്ടത്. ഇനി റിയലി ദേ സീം ടു ബി ഓവർ ദി മൂൺ. Cloud 9-ന് തന്നെ വേറൊരു പേരാണ് ഓവർ ദി മൂൺ എന്ന് പറയുന്നത്. അതും എക്സൈറ്റഡ്, നമ്മളങ്ങ് പൊങ്ങി ചന്ദ്രനോളം എത്തി അത്രയും നമ്മൾ സന്തോഷിക്കുകയാണ്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ഹാവ് യു ഹാഡ് ബീൻ ഓൺ എ ടൂർ വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ് ഓർ ഫാമിലി? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനോടൊപ്പമോ ഫ്രണ്ട്സിനോടൊപ്പമോ ഫാമിലിയോടൊപ്പമോ ഒക്കെ നിങ്ങൾ ടൂർ പോയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോയിട്ടില്ല, നിങ്ങൾക്കതിവിടെ പറയാം. വാട്ട് മേക്സ് എ ടൂർ ജോളി ആൻഡ് ഇൻട്രസ്റ്റിംഗ്? ഒരു ടൂറിനെ ജോളിയാക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എപ്പോഴാണ്? നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമ്പോൾ അല്ലേ. ഒരുപക്ഷെ ചിലർക്ക് ചിലരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴായിരിക്കും, ചിലർക്ക് ഫാമിലിയുടെ കൂടെ, ചിലർക്ക് കസിൻസിൻ്റെ കൂടെ, അങ്ങനെയായിരിക്കും. ചിലർക്ക് എന്താണ് പിന്നെ കൂടുതലും നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക്സ് അല്ലെങ്കിൽ അല്ലാതെ കൊച്ചു ചിൽഡ്രൻസ് പാർക്ക്, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് ബീച്ചായിരിക്കും ഇഷ്ടം. ഓരോരുത്തർക്ക് നമുക്ക് ഇഷ്ടം, ചിലർക്ക് മ്യൂസിയത്തിൽ പോകാനായിരിക്കും, ചിലർക്ക് സൂവിൽ പോകാനായിരിക്കും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. ഇനി ഹാവ് യു ടേക്കൺ ഫോട്ടോഗ്രാഫ്സ് ഓൺ സച്ച് ഒക്കേഷൻസ്? വൈ ഡു വി ടേക്ക് ഫോട്ടോഗ്രാഫ്സ്? അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ടോ ഈ ഒക്കേഷൻസിലൊക്കെ? തീർച്ചയായും എടുക്കും അല്ലേ. എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? എന്തിനാണ്? നമ്മൾ ആ ദിവസം ഓർത്ത് വെക്കണ്ടേ എന്ന്, നമ്മുടെ ആ നിമിഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും റിക്കളക്ട് ചെയ്യാൻ, ഓർത്തെടുക്കാനായിട്ടാണ് അല്ലേ. ഹാവ് യു എവർ റീഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പിക്നിക് ഓർ എ ജേർണി? നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയുടെ അല്ലെങ്കിൽ ഒരു പിക്നിക്കിൻ്റെ ഒക്കെ ഡിസ്ക്രിപ്ഷനെ പറ്റിയിട്ടൊക്കെ എഴുതില്ലേ, ഓരോരുത്തർ പറയുമല്ലോ. നമ്മൾ ടി വിയിൽ തന്നെ ഉണ്ട് സഞ്ചാരം പോലെയുള്ള പരിപാടികൾ, ഓരോ യാത്രകൾ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ചാനൽസ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ പണ്ടേ എഴുതും, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ എഴുതും. സഞ്ചാര സാഹിത്യം എന്ന് പറയും. മലയാളത്തിൽ തന്നെ ആരുണ്ട്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, അങ്ങനെ ഒരുപാട് വർക്കുകളില്ലേ. എന്താണ് ഓരോ സ്ഥലത്ത് പോയതിനെ പറ്റിയിട്ടൊക്കെ, ഓരോ സ്ഥലത്തെ പറ്റി വർണ്ണിക്കുന്നതുമൊക്കെ. യാത്രയെന്ന് പറയാൻ പറ്റില്ല, സ്ഥലത്തെ പറ്റി വർണ്ണിക്കുന്നതും ആകാം കേട്ടോ. പക്ഷേ ടൂർ പോകുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടോ? നിങ്ങളെ വായിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. എന്താ മക്കളെ, ലെറ്റ് us read about a little girl who went on a school trip which gave her a lot of fun and thrill. This excerpt is taken from Toto Chan, The Little Girl at the Window. അപ്പോൾ മക്കളെ, ടോട്ടോ ചാൻ എന്നുള്ളതിൻ്റെ ബാലൻസ് ആണ് ദി ലിറ്റിൽ ഗേൾ അറ്റ് ദി വിൻഡോ എന്നുള്ളത്. ജനാലയ്ക്കരികിലെ പെൺകുട്ടി, ടോട്ടോ ചാൻ എന്നാണ് ആ വർക്ക്. എഴുതിയതാരാ? തസ്തുക്കോ കുറയോനുഗി. ഏത് രാജ്യമാണ്? ജപ്പാനാണ്. അപ്പോൾ നോക്കിയേ, നിങ്ങൾ വായിക്കാൻ പോകുന്നത് ടോട്ടോ ചാൻ്റെ ഒരു സ്കൂളിലെ ഒരു ട്രിപ്പിനെ പറ്റി. ടോട്ടോ ചാൻ്റെ സ്കൂളിൽ പോകുന്ന ദിവസം, സ്കൂളിലെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് വർക്കിനകത്തുള്ളത്. ഇവിടെ എന്താണ്, ആ ഒരു ദിവസം ഒരു സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയി. അപ്പോൾ അതിൽ അവർക്ക് ഒരുപാട് ഫണ്ണും ത്രില്ലും ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ വർക്കിലുള്ളത്. അപ്പോൾ നോക്കിയേ, എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. എന്താണ്? ചൂട് നീരുറവയിലേക്ക് ഒരു യാത്ര. ചൂടുള്ള നീരുറവ, വെള്ളം ചൂടോടെ വീഴുന്ന സ്ഥലം, അവിടേക്ക് യാത്ര പോവുകയാണ്. സമ്മർ വെക്കേഷൻ കെയിം ടു ആൻ എൻഡ് and the day of the trip to the hot spring resort finally arrived. For the students, it was the most important event at Tomo. അപ്പോൾ എന്താണ്? അങ്ങനെ വേനലവധി അവസാനിച്ചു. ടോമോയിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുകയാണ്? ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കാറുള്ള ആ ദിനമെത്തി. ഏത് ദിവസം? ടൂർ പോകുന്ന ദിവസം, ചൂട് നീരിറവിയുടെ അടുത്തേക്കുള്ള യാത്രയുടെ ദിവസം. The trip was to a seaside school at a place called Toi on the Izu Peninsula in Shizuoka. There was a hot spring right in the sea where the children could both swim and take a hot bath. The trip would last 3 days and 2 nights. One of the students' father had a vacation home there where all 50 of the Tomo students from the first to 6th grades could stay.
ഇത്രയും നോക്കാം നമുക്ക്. എന്താ മക്കളെ പറയുന്നത്? ഏതാ നോക്കിയേ, ഷിസുവോക്ക. ഷിസുവോക്കയിലെ ഇസു എന്ന് പറയുന്നൊരു തുരുത്തറിയല്ല, ചുറ്റും വെള്ളമുള്ള നടുക്ക് മാത്രം കുറച്ച് കരഭാഗമുള്ള സ്ഥലം. അവിടെയാണ് തോയി എന്ന് പറയുന്ന മനോഹരമായ ഒരു കടൽ തീരമുള്ളത്. കടലിൽ എന്തുണ്ട്? അപൂർവമായിട്ടുള്ള ഒരു ചൂട് നീരുറവയുണ്ട്. ആ കടൽ ഭാഗത്ത് കടലിലോട്ട് ഇറങ്ങി പോകും ആ വെള്ളം. എന്താണ്? ചൂട് വരുന്ന, സാധാരണ കടൽ ജലത്തിലെ പോലെയല്ല, ചൂട് വരുന്നൊരു ഉറവയുണ്ട്. ഉറവ എന്താണ്? ഭൂമിക്കടിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഉറവ എന്ന് പറയുന്നത്. ഈ ഉറവയുടെ പ്രത്യേകത എന്താണ്? ഇതിൽ നിന്ന് വരുന്നത് ചൂട് വെള്ളമാണ്. അവിടെ എന്ത് ചെയ്യാം? കുട്ടികൾക്ക് അനായാസമായിട്ട് നീന്താനായിട്ട് സാധിക്കും. അപ്പോൾ ചൂട് വെള്ളത്തിൽ എന്തും ചെയ്യാം? കുളിക്കാനും പറ്റും. കടൽ തീരത്ത് എന്തുണ്ട്? ഒരു പള്ളിക്കൂടമുണ്ട്, ഒരു സ്കൂളുണ്ട്. 3 ദിവസത്തേക്കാണ് അവിടേക്ക് ഈ കുഞ്ഞുങ്ങൾ പോകുന്നത്. എങ്ങനെ? 3 പകലുമുണ്ട്, 2 രാത്രിയുമുണ്ട്. ഒരു ടോമോ വിദ്യാർത്ഥിയുടെ അച്ഛന് അവിടെ എന്തുണ്ട്? ഒരു വേനൽക്കാല വസതിയുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? സമ്മറായിട്ട് താമസിക്കാൻ അയാൾക്ക് അവിടെ ഒരു വീടുണ്ട്. സമ്മർ സമയത്ത് അയാൾ പോയി താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടേക്കാണ് ഇവർ പോകുന്നത്. ഏത് കുട്ടികളുണ്ട്? 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെയുള്ള 50 കുട്ടികളുണ്ട്. അവർക്കെല്ലാം അവിടെ ഒരുമിച്ച് താമസിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു യാത്ര പോകുന്നത് കേട്ടോ. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹർ ഗോ. അപ്പോൾ ടോട്ടോ ചാൻ അറിയത്തില്ല അമ്മ സ്കൂളിൽ പോകാൻ ആ ടൂറിന് പോകാൻ അനുവാദം കൊടുക്കുമോ എന്നറിയില്ല. മം, മേ ഐ ഗോ ഫോർ ദി ട്രിപ്പ്, ഷീ ആസ്ക്ഡ് ഹെസിസ്റ്റൻ്റ്ലി. ബട്ട് ഹർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. അപ്പോൾ ടോട്ടോ ചാൻ അറിയില്ല എന്ത്? അമ്മ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ അനുവാദം കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും ഒരു പിടിയില്ല. അപ്പം മടിച്ചാണ് അമ്മയോട് ചോദിക്കുന്നത്, ഞാൻ പൊയ്ക്കോട്ടെ. ഈ ടോട്ടോ ചാൻ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ചോദിക്കുമ്പോൾ അമ്മ എന്ത് പറയും? പൊയ്ക്കോളാൻ പറയും. കാര്യം എന്താ? നേരത്തെ തന്നെ പ്രിൻസിപ്പൾ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ. അപ്പോൾ അത് കിട്ടി, അത് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്, ഈ ടൂറിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ത് കൊടുത്തു? ടോട്ടോയ്ക്ക് പോകാനായിട്ടുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ മക്കളെ, വാട്ട് മെയ്ഡ് ഹർ മദർ ലെറ്റ് ടോട്ടോ ചാൻ ഗോ ഫോർ ദി ട്രിപ്പ്? അപ്പം ആൻസർ പറഞ്ഞേ. ടോട്ടോ ചാന് പോവാനായിട്ട് അമ്മ അനുവാദം കൊടുത്തു. എന്തായിരുന്നു കാരണം? ടോട്ടോ ചാൻസ് മദർ ലെറ്റ് ഹർ ഗോ ബിക്കോസ് ഷീ റിസീവ്ഡ് ദി ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് ഡിസൈഡഡ് ഇറ്റ് വാസ് ഫൈൻ. ഹെഡ് മാസ്റ്ററുടെ ലെറ്റർ കിട്ടി. അപ്പോൾ എന്താണ്? ഓക്കെ, പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഉറപ്പായതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്തത്? ടോട്ടോയെ വിട്ടത്. Now then, said the headmaster, when they had all assembled to start the trip, we are traveling by train and by ship, and I don't want any of you to get lost. Do you understand? All right, off we go. അപ്പോൾ എന്താണ്? നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ നമ്മൾ ഓടിപ്പിടിച്ചൊരു വണ്ടി കയറി പോവുകയാണോ മക്കളെ ചെയ്യുക? ഇല്ല. പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് കുട്ടികളോടാണെങ്കിൽ അധ്യാപകർ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയില്ലേ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ടീച്ചറുണ്ട്, ടീച്ചറുടെ കൂടെ നടക്കണം, ഇത്ര കുട്ടികളൊരു ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോൾ അതൊക്കെ എന്തായാലും ഇവിടെയും ഉണ്ട്. യാത്ര തിരിക്കുന്നതിന് മുമ്പായിട്ട് ടോമോയിലെ വിദ്യാർത്ഥികളെല്ലാം എങ്ങോട്ടേക്ക് വിളിച്ചു? അസംബ്ലി ഹാളിലേക്ക് വിളിച്ചു. ആദ്യം നമുക്ക് ട്രെയിനിൽ പോകണം, പിന്നെ നമുക്ക് കപ്പലിൽ പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? കാണാതാവുകയോ മറ്റോ ചെയ്താൽ നമുക്ക് വിഷമാവില്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കാണാതെ പോയാൽ എന്ത് ചെയ്യും? അപ്പം അങ്ങനെ ഉണ്ടാവരുത്, എന്നാൽ നമുക്ക് പോകാം എന്ന് മുന്നറിയിപ്പ് പറഞ്ഞിട്ടാണ് ആര് കൊണ്ടുപോകുന്നത്? കുട്ടികളെ ഹെഡ് മാസ്റ്റർ കൊണ്ടുപോകുന്നത്. That was the only instruction he gave. ഇത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. Yet the children were amazingly well behaved in the train. Nobody ran up and down the cars, and the only talking was done quietly among those sitting next to each other. അപ്പോൾ ഈ കുട്ടികളൊക്കെ എന്താണ്? അധ്യാപകൻ പറഞ്ഞതുപോലെ കേട്ട നല്ല മക്കൾ. അവരെന്തായിരുന്നു ചെയ്തത്? ട്രെയിനിലിപ്പോൾ ഒരുപാട് ബോഗികളുണ്ട്, എല്ലായിടത്തും ഓടി 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 പോയോ? ഇല്ല. അവരുടെ സ്ഥലത്ത് തന്നെയാണ് അവർ അടങ്ങിയിരുന്നത്. പിന്നെന്താണ്? ആരും ഓടിയോ മറിയുകയോ ഒന്നും ചെയ്തില്ല. ആകെ അവരെ സംസാരം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ തമ്മിലൊന്ന് സംസാരിച്ചു, അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ട്രെയിനിൽ കൊണ്ടുപോയാൽ 50 പേരെയും കൊണ്ടുപോയുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ അടങ്ങിയിരിക്കോ? ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. ദ ചിൽഡ്രൻ വെയർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ്. വൈ? എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടികൾ അങ്ങനെ വെൽ ബിഹേവ് ചെയ്തത്? ദ ചിൽഡ്രൻ വെയർ വെൽ ബിഹേവ്ഡ് ബിക്കോസ് ദ ഹെഡ് മാസ്റ്റർ ടോൾഡ് ദം നോട്ട് ടു ഗെറ്റ് ലോസ്റ്റ് ആൻഡ് ദേ ലിസൺ. ഹെഡ് മാസ്റ്റർ എന്ത് പറഞ്ഞു? നിങ്ങളെ കാണാതാവുകയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ കൃത്യമായിട്ട് വെൽ ബിഹേവ് ചെയ്ത കുഞ്ഞുങ്ങളാണ്.
ഇനി the Tomo peoples had never been actually told how to behave in public, but somehow their school life had instilled into them the basics of decency and good behavior. They never bullied others, never took to unruly behavior, picked up litter whatever they found it, and never annoyed or disturbed others. അപ്പോൾ ഈ ടോമോ എന്ന് പറഞ്ഞ സ്കൂളിലെ കുട്ടികളെ പറ്റിയിട്ട് പറയുന്നു. എന്തൊക്കെയാണെന്ന് നോക്കിയേ. എന്തൊക്കെയാണ് അവരെ ഉപദേശിച്ചിട്ടില്ലാത്തത് മക്കളെ? ചിട്ടയായിട്ട് വരിയായിട്ട് നടക്കണമെന്നോ, അല്ലെങ്കിൽ തീവണ്ടി ട്രെയിനിനകത്ത് അച്ചടക്കമായിട്ട് നടക്കണമെന്നോ, ഭക്ഷണ സമയം നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ തറയിലും മറ്റും ഒക്കെ നമ്മൾ കുറേ എച്ചിലൊക്കെ വാരിയിടില്ലേ, അങ്ങനെ ഒന്നും ചെയ്യരുതെന്നോ ഈ ടോമോ എന്ന് പറയുന്ന സ്കൂളിലെ ആ സ്ഥലത്തെ കുട്ടികളെ ഇതുവരെ ആരും ഉപദേശിച്ചിട്ടില്ല. അവരങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്ങനെ? പക്ഷേ എങ്ങനെ അവരത് കണ്ടുപഠിച്ചത്? സ്കൂളിലെ ഡെയിലി കാര്യങ്ങളിലൂടെ അവരറിയാതെ തന്നെ അവർ പഠിച്ചതാണ്. നമ്മളെയൊക്കെ അടുത്താണെങ്കിൽ നിങ്ങളോടൊക്കെ ആണെങ്കിൽ എന്ത് പറയണം? അടങ്ങിയിരിക്കുക എന്ന് പറയണം. എന്താണ്? ഫുഡ് വേസ്റ്റ് ചെയ്യരുത്, തറയിലിടരുത്, എച്ചിലാക്കരുത് ഒക്കെ പറഞ്ഞാൽ പോലും നമ്മൾ കുറേ കുഞ്ഞുങ്ങൾ ഒത്തിരി സമയമെടുത്താൽ പഠിക്കുക. പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങളെ ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവർ തന്നെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ നല്ല കുഞ്ഞുങ്ങളാണ്. പിന്നെ എന്തൊക്കെ അവർ ചെയ്തിട്ടില്ല? അവരെക്കാട്ടിയും ചെറുതും അതുപോലെ തന്നെ ശക്തിയില്ലാത്തതുമായിട്ടുള്ള കുട്ടികളെ ഒന്നും അവർ പിടിച്ച് തള്ളുകയോ അല്ലെങ്കിൽ അവരെ കരയിപ്പിക്കുകയോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. പിന്നെ നടന്നു വരുന്ന വഴി ചപ്പു ചവറുകൾ കാണുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരത് പെറുക്കി മാറ്റി എവിടെയാണ് യൂസ് മീ ഉള്ളത് അവിടെ കൊണ്ടുപോയിടും. മറ്റുള്ളവർക്ക് ശല്യവും ദുഃഖവും ഉണ്ടാക്കുന്ന പ്രവൃത്തികളൊന്നും ഇവർ ചെയ്യില്ല. അങ്ങനെ പല രീതിയിലും നല്ല സ്വഭാവത്തോടെ വളരുന്ന കുട്ടികളാണ് ഈ ടോമോയിലെ കുട്ടികൾ. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ജാൻ. ഇതിൽ ഏറ്റവും വലിയ സർപ്രൈസ് ആരായിരുന്നു? ടോട്ടോ ജാൻ ആയിരുന്നു. കാര്യം എന്താണ്? ഇൻ ഹർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. പഴയ സ്കൂളിൽ, ഇത് ടോട്ടോയുടെ പുതിയ സ്കൂളാണ്, നേരത്തെ സ്കൂളിൽ ടോട്ടോ കാണിക്കാത്ത വികൃതികളില്ല. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസിഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ് റൂമിൻ്റെ സമയത്ത്, ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതിലെ റോട്ടെ നടന്നു പോകുന്ന മ്യൂസിഷ്യൻസിൻ്റെ അടുത്ത് പോലും വിളിച്ച് കാര്യം പറയുന്ന ആളാണ് ഈ ടോട്ടോ ചാൻ. അറ്റ് ടോമോ ഫ്രം ഹർ ഫസ്റ്റ് ഡേ ഷീ വാസ് അറ്റൻറ്റീവ് ഇൻ ക്ലാസ് ആൻഡ് ഡിഡ് ഹർ ലെസൺസ് പ്രോപ്പർലി. പക്ഷെ ടോമോയിൽ വന്നപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ അവൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, വർക്ക്സൊക്കെ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. If any of the teachers from her old school saw her now, they would not believe their eyes. പഴയ സ്കൂളിലെ അധ്യാപകർ ആരെങ്കിലും വന്ന് ഇവളെ കണ്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ ആയി ഇവളെന്ന് പറഞ്ഞാൽ അവരവരെ കണ്ണുകളെ വിശ്വസിക്കില്ല. എന്ത് പറയും അവർ? Surely it is not Toto Chan. They would have said it must be somebody else. അപ്പോൾ അവരെന്ത് പറയും? ഇത് ടോട്ടോ ചാനൊന്നും ആയിരിക്കില്ല, ഇത് വേറെ ഏതെങ്കിലും കുട്ടിയായിരിക്കും എന്ന് പറയും. അത്ര വികൃതിയായിരുന്നു ടോട്ടോ ചാൻ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ കേട്ടോ. പുതിയ സ്കൂളിൽ വന്നപ്പോഴാണ് ടോട്ടോ ചാൻ്റെ സ്വഭാവമൊക്കെ മാറിയത്. അപ്പോൾ ഇതിനകത്ത് ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ മക്കളെ നിങ്ങൾക്ക്? What were the values cultivated by the students at ടോമോ? അപ്പോൾ എന്തൊക്കെ വാല്യൂസ് ആണ് ടോമോയിലെ സ്റ്റുഡൻസ് ഉണ്ടാക്കിയെടുത്തത് അവർ? അറ്റ് ടോമോ സ്റ്റുഡൻസ് ലേൺ ടു ബി ഡീസൻറ്റ് ആൻഡ് വെൽ ബിഹേവ്ഡ്. ഡീസൻ്റായിട്ടും വെൽ ബിഹേവ് ചെയ്യാനും അവർ പഠിച്ചു. ദേ ഡിഡ് നോട്ട് ബുള്ളി, ആക്റ്റഡ് കാംലി, പിക്ഡ് അപ്പ് ലിറ്റർ ആൻഡ് റെസ്പെക്റ്റഡ് അതേഴ്സ്. അവരാരെയും പിടിച്ച് തള്ളിയെ വലിക്കുകയൊന്നും ചെയ്തിട്ടില്ല. വളരെ കാമായിരുന്നു അവർ, നല്ല ശാന്ത സ്വഭാവമുള്ളവരായിരുന്നു. പിന്നെ ആ ചപ്പുചോറൊക്കെ എടുത്ത് കളയുമായിരുന്നു, മറ്റുള്ളവരെ ബഹുമാനിക്കുമായിരുന്നു. ഇതൊക്കെയാണ് അവരുടെ നല്ല സ്വഭാവങ്ങൾ. അറ്റ് നുമാസു they embarked on a ship that was just like what they had all dreamed about. It was not a big ship, but they were all so excited that they inspired every corner of the deck, pulling at and poking their hands into everything. ഇനി ഏത് സ്ഥലത്താണ്? നുമാസോവിൽ വെച്ച് അവർക്ക് എന്തുണ്ടായി? ഒരു കപ്പൽ യാത്ര സാധ്യമായി. അവരതിനെപ്പറ്റിയായിരുന്നു ഒരുപാട് സ്വപ്നം കണ്ടത്. പോകുമ്പോൾ കപ്പലിൽ യാത്ര ചെയ്യാമല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നം. അപ്പോൾ അവർ കപ്പലിൽ കയറി. എന്തൊക്കെ ചെയ്തു? വലിയൊരു കപ്പലൊന്നും ആയിരുന്നില്ല, കപ്പലുകൾ ഒരുപാട് സൈസിലില്ലേ, വലിയ കപ്പൽ അല്ലായിരുന്നു. എങ്കിലും കുട്ടികളെ എന്ത് ചെയ്തു? അത് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കി, സന്തോഷമാക്കി, ആവേശമാക്കി. ഓരോന്നിൽ പിടിച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? തൂങ്ങി, ഒരിടത്ത് തൊട്ടു നോക്കി. അങ്ങനെ ആ ഡെക്കിൻ്റെ മുക്കും മൂലയും ഒക്കെ അവർ പരിശോധിച്ചു. എന്തിൻ്റെ? ഷിപ്പിൻ്റെ. ഒരു പാരഗ്രാഫ് മിസ്സായിപ്പോയി കേട്ടോ, അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കുകയാണ്. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. പക്ഷെ പെട്ടെന്ന് സീ എന്തായി മാറി? റഫായി മാറി.
ടോട്ടോച്ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക് as did some others. അപ്പം കുറേ നമുക്ക് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ അല്ലാതൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ വോമിറ്റിംഗ് ടെൻഡൻസി വരിക, ക്ഷീണം വരിക, തലവേദന എടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വരില്ലേ മക്കളെ? അതാണ് ഈ സിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് കപ്പൽ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും പേർക്കും വരും ആ രീതിയിലുള്ള ടെൻഡൻസി. വയ്യ, അസ്വസ്ഥതകൾ തോന്നുക, വൊമിറ്റ് ചെയ്യണം, വയ്യ, അങ്ങനെ ക്ഷീണമൊക്കെ തോന്നത്തില്ലേ? അതാണ് ഇവിടെ ടോട്ടോച്ചാനും തോന്നി, വേറെ കുറേ കുഞ്ഞുങ്ങൾക്കും അത് തോന്നി. When the ship rocked, one of the older boys stood amidship and ran from one side to other, saying, "Oops!" അപ്പോൾ ഷിപ്പ് ഇങ്ങനെ റോക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയാണല്ലേ. ആ സമയത്ത് ഒരു കുട്ടി ഷിപ്പ് കുലുങ്ങുന്നതനുസരിച്ച് അവൻ എന്ത് ചെയ്യും? ഷിപ്പ് അനങ്ങുന്നതനുസരിച്ച് അവൻ എന്ത് ചെയ്യും? ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് ഇങ്ങനെ ഊപ്സ് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ മറിഞ്ഞ് ഷിപ്പ് ഇങ്ങോട്ട് വലയുകയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് പോകും. അങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഊപ്സ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി പോയി. ആരാണ്? ഒരു മുതിർന്ന ഒരു കുട്ടി. It was so funny that the children couldn't help laughing even though they felt so seasick. അപ്പോൾ കപ്പലിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികളാണല്ലേ. പക്ഷെ അവൻ്റെ ആക്ഷൻസൊക്കെ കണ്ടപ്പോൾ അവർക്ക് ചിരി നിർത്താനായിട്ട് തോന്നിയില്ല. When they disembarked, the oops boy began to feel sick just when everyone else had recovered and was feeling fine. അപ്പോൾ എന്താണ് അവനെ ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്ന് അവരെന്ത് ചെയ്ത് ഈ ഒരു കളിയിലോട്ടൊക്കെ മുഴുകി അവരുടെ പ്രശ്നമൊക്കെ അങ്ങ് പോയി. അപ്പോഴേക്കും ഈ ഊപ്സ് വെച്ച് ഇങ്ങനെ കളിച്ച കുട്ടിയില്ലേ, അവൻ അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. The spa at Toy was in a quiet, beautiful village on the sea surrounded by wood hills. After a short rest, the teachers took the children down for a swim in the sea. It wasn't like the swimming pool at school, so they wore their swimsuits. ഇനി അവരെങ്ങോട്ട് പോയി? ടോയ് സ്പാ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ എന്താണ്? മനോഹരവും തിരക്കൊഴിഞ്ഞതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ചുറ്റും കുന്നുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാട്ടോ. അപ്പോൾ അല്പനേരം വിശ്രമിച്ച ശേഷം അധ്യാപകർ എന്ത് ചെയ്തു? കുട്ടികളെയൊക്കെ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും എന്ത് ധരിച്ചു? സ്വിംസ്യൂട്ട് ധരിച്ചു. അപ്പോൾ സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത് പോലെ അല്ല, ഇപ്പോൾ എവിടെയൊക്കെ പോകേണ്ടത്? സീയിലേക്കാണ്. അപ്പം അവരെന്ത് ചെയ്തു? കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അവർ സ്വിമ്മിങ്ങിന് വേണ്ടി പോവല്ലേ. അപ്പോൾ അവർ സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലെയല്ല, ഇനി പോകുന്നത് സീയിലേക്കാണ്. അപ്പം സ്വിംസ്യൂട്ടൊക്കെ ഇട്ടിട്ടാണ് കുട്ടികളെ അവരിങ്ങനെ കൂട്ടിക്കൊണ്ട് പോയത്. The hot spring in the sea was most unusual. It was not enclosed, so there was no line separating the hot spring from the rest of the sea. കടലിലെ ഈ ചൂട് നീരുറവ, സ്പ്രിംഗ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടുള്ള സംഭവമാണ്. അവിടെ കടലും ഈ ഉറവയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് ഒഴുകി വരുന്നത് എങ്ങോട്ടേക്കാ? കടലിലേക്കാ. അപ്പോൾ ഇതിനെ രണ്ടിനും കൂടെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒന്നുമില്ല. കടലിലേക്ക് തന്നെയാണ് ഇത് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലവും എൻഡ് ചെയ്യുന്ന സ്ഥലവും അത് കുറച്ച് കഴിഞ്ഞല്ല കടൽ. ഇത് നേരെ കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതിൽ കുളിക്കണമെങ്കിൽ കടലിലേക്ക് തന്നെ ഇറങ്ങണം. അപ്പോൾ ഇത് കടലുമായിട്ട് ചേർന്ന് കിടക്കുകയാണ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിക്കാൻ പറ്റില്ല. ഉറവിടം നമുക്കറിയാം, ഇവിടെ നിന്ന് തുടങ്ങുന്നു, പക്ഷേ എൻഡ് ചെയ്യുന്നത് കടലിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ നീരുറവ് ഒഴുകുന്ന ഫലത്തെ എങ്ങനെ നിൽക്കാം? കഴുത്ത് വരെ മുങ്ങി വേണമെങ്കിലും നിൽക്കാം എന്നുള്ള രീതിയാണ് കേട്ടോ. ഇഫ് യു ക്രഷ് ഡൗൺ വേർ യു വെയർ ടോൾഡ് ദ ഹോട്ട് സ്പ്രിംഗ് വാസ്, ദ ഹോട്ട് വാട്ടർ കേം അപ്പ് യുവർ നെക്ക്. ഇനി നമ്മൾ ആ ഹോട്ട് സ്പ്രിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ നീരുറവ ഒഴുകുന്ന സ്ഥലം, ആ നീരുറവ ഒഴുകി തുടങ്ങുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നിടത്ത് നല്ല ആഴമുള്ളതാണ്. അവിടെ നമുക്ക് കഴുത്തറ്റം വരെ വേണമെങ്കിലും ആ ചൂടുവെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ നിൽക്കാം. അത്രയും ആഴമാണ് അവിടെ ഉള്ളത്. അത്രയും പൊങ്ങി നിൽക്കാം, എന്നാലും പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ: ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. വൈ? എന്താണ് ഹോട്ട് സ്പ്രിംഗ്? സീയിലെ ഹോട്ട് സ്പ്രിംഗ് അൺയൂഷ്വൽ ആണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? സ്ഥിരമായിട്ടുള്ള കാര്യമാണ് യൂഷ്വൽ, എപ്പോഴും കാണാൻ സാധിക്കാത്തത് അൺയൂഷ്വൽ കേട്ടോ. ദ ഹോട്ട് സ്പ്രിംഗ് ഇൻ ദ സീ വാസ് അൺയൂഷ്വൽ ബിക്കോസ് എന്താണ്? അത് ഓപ്പൺ അല്ലേ. ഇറ്റ് വാസ് ഓപ്പൺ ആൻഡ് നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ സീ. സെപ്പറേറ്റഡ് അല്ല. ദ ഹോട്ട് വാട്ടർ മിക്സ്ഡ് വിത്ത് സീ വാട്ടർ. ഹോട്ട് വാട്ടർ എന്തുമായിട്ടും ചേരുന്നു? സീ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് പോകുന്നു. ഇനി അടുത്ത ഭാഗമാണ്. ഇറ്റ് ഫെൽറ്റ് ലവ്ലി just like being in a hot bath. In those days, the seashore was so deserted. It was like being on their own private beach.
The children reveled in this unusual hot spring sea bathing. എന്താണ് ഇത്? വളരെയധികം കുട്ടികൾക്ക് സന്തോഷമുണ്ടായ ഒരു സംഭവമാണ്. എന്താണ്? ലവ്ലി ആയിട്ട് അവർക്ക് തോന്നി. എന്താണ്? ഈ ചൂടുവെള്ളത്തിലെ കുളി. ഈ സമയത്തൊക്കെ സീഷോർ എങ്ങനെയായിരുന്നു? ഡെസേർട്ടഡ് ആയിരുന്നു. ഒരുപാട് പേര് വന്നിരുന്ന് പോകുന്ന സ്ഥലമല്ല, ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ബീയിങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ഇപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എന്താ, നമ്മളുടെ സ്വന്തം പ്രൈവറ്റ്, നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു ബീച്ചിൽ നമ്മൾ കുളിക്കുന്നത് പോലെ നമ്മൾ മാത്രമേ അവിടെ ഉള്ളൂ. The children reveled in this unusual hot spring sea bathing. അപ്പോൾ ഇങ്ങനെ അവർക്ക് കിട്ടാത്ത, പലപ്പോഴും കിട്ടുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ അത്. അതിൽ കുട്ടികളിങ്ങനെ ഭയങ്കരമായിട്ട് ആനന്ദിച്ചങ്ങ് കുളിച്ചു. When they got back to the house in the evening, after staying in the water so long, their fingers were a mass of wrinkles. ഇനി അവരെ വീട്ടിലേക്ക് അവർ പോവുകയാണ്. വൈകുന്നേരം ഒരുപാട് സമയം ഈ വെള്ളത്തിൽ കിടന്ന് കുളിക്കുമ്പോൾ നമുക്കതിനെ നമ്മുടെ കൈയുടെ ഒക്കെ ഇവിടെ ഇങ്ങനെ എന്താണ്, ഇങ്ങനെ ചുളിവുകൾ വീണിങ്ങനെ ആയിപ്പോയി. Each night, once they were tucked into their quilts, the children took turns telling ghost stories. Toto-chan and the other first graders got so frightened and they cried. But in spite of their tears, they would ask, and then what happened? എന്താണ്? ഇനി ഇവരെന്ത് ചെയ്തു? തിരിച്ച് വന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വന്നിട്ട് അവരവരെ കമ്പിളി പുതപ്പിനകത്ത് ചുരുണ്ട് കിടക്കും. ഓരോ രാത്രികളിലും അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടേണുണ്ട് കഥ പറയാൻ. ആദ്യം ഒരു ആൾ കഥ, അടുത്ത ആളൊരു കഥ, അങ്ങനെ ഓരോരുത്തരും കഥ പറയും. എല്ലാം എന്തിനെ പറ്റിയാ? പ്രേതത്തിനെ പറ്റിയിട്ടുള്ള കഥകളാണ്. അപ്പോൾ ടോട്ടോ-ചാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ടോട്ടോ-ചാന് കരച്ചിൽ വന്നു. അപ്പോൾ അവൾക്ക് മാത്രമാണോ? 1ാം ക്ലാസ്സിലെ മറ്റുള്ളവർക്കെല്ലാം കരച്ചിൽ വന്നു. കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് അവരെന്ത് ചോദിക്കും? എന്നിട്ട് എന്തായി, അടുത്ത എന്താ, അതിൻ്റെ ബാക്കി എന്താണെന്നിങ്ങനെ ചോദിക്കും. Unlike camping inside the school and the bravery test, the 3-day stay at a toy spa was a real life experience. There was a forest full of cicadas and a shop where you could buy popsicles. And they met a man on the beach who was building a big wooden boat all by himself. ഇനി ടോയ് സ്പാ തീരം, ആ സ്ഥലത്തെ 3 ദിവസം ഉണ്ടായിരുന്നു അല്ലേ? അത് സ്കൂളിനുള്ളിലെ ക്യാമ്പ് പോലെയോ പേടിയില്ലാത്ത പരീക്ഷ പോലെയോ ഒന്നുമല്ലായിരുന്നു. അവിടുത്തെ അനുഭവങ്ങൾ, പുറം ലോകത്തെ ജീവിതം. ഇപ്പം നമ്മൾ സ്കൂളിനകത്ത് താമസിക്കുമ്പോൾ നമ്മൾ അതിനകത്തുള്ള കാഴ്ചകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ മറ്റുള്ളവരുടെ ജീവിതത്തെ പറ്റി. ഇത് പുറത്ത് പോയി ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ, ആ സ്ഥലത്തെ കാര്യങ്ങൾ അവർ ജീവനോടെ അതൊക്കെ അനുഭവിച്ചറിയുകയാണ്. ജീവനോടെ ഉള്ള ഓരോ സംഭവങ്ങളെ അവർ കണ്ട് മനസ്സിലാക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ പുറം ലോകത്തെ കാഴ്ചകളല്ലേ, ഇതൊക്കെ പറഞ്ഞു കേട്ടതിനേക്കാൾ കൂടുതൽ ഇവർ കണ്ട് അനുഭവിച്ച് അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എന്തൊക്കെയാണ് അവർ കണ്ടത്? അവിടെ എന്തുണ്ടായിരുന്നു? കാടുണ്ടായിരുന്നു. അതിലെന്തുണ്ട്? നിർത്താതെ കരയുന്ന ചീവീടുകളുണ്ട്. കുറച്ച് ദൂരെ ഷോപ്പുണ്ട്. അവിടെ എന്താണ്? നിരത്തി വെച്ചിരിക്കുന്ന മിഠായി ഭരണികളുണ്ട്. പിന്നെന്താണ്? തീരത്ത് ഷോറിൽ, എന്തിൻ്റെ? സീ ഷോറിൽ തടികൾ നിരത്തിയിട്ട് വഞ്ചി ഒരാൾ നിന്ന് ഉണ്ടാക്കുന്നു. ഷിപ്പ് എന്താണ്? ബോട്ട് പണിയുന്നു. അതും അവർ കണ്ടു. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അപ്പോൾ ഏകദേശം അത് എന്ത് ഷേപ്പ് ആയിരുന്നു? ബോട്ടിൻ്റെ ഷേപ്പ് ആയിരുന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ആൻഡ് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. The man gave Toto-chan a very long and curly wood shaving. അപ്പോൾ ഈ ബോട്ട് പണിയുന്നത് ഇവർ കാണുകയല്ലേ, അയാൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കില്ലല്ലോ. അപ്പോൾ അവർ ഓരോ ദിവസവും, ഇപ്പോൾ അവർ ആദ്യം കാണുമ്പോൾ തന്നെ അതിനൊരു ബോട്ടിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അവർ ആദ്യം എന്ത് ചെയ്യും? ഈ കടപ്പുറത്തേക്ക് ഓടും. വഞ്ചിയുടെ പണി എത്രയും തീർന്നു, എവിടം വരെ തീർത്തു എന്നറിയണ്ടേ. അങ്ങനെ അവരെന്നും ഓടിപ്പോവും. അങ്ങനെ ചീവി കളഞ്ഞ കുറേ തടികളുണ്ടല്ലോ, നമ്മൾ പണിയുമ്പോൾ ബാലൻസ് കുറേ വെട്ടിയും ഒക്കെ കളയില്ലേ, അങ്ങനെയുള്ളതൊക്കെ വെച്ച് നമ്മുടെ കുഞ്ഞു ടോട്ടോ-ചാൻ അയാൾ പണിഞ്ഞ് കൊടുത്തു. ഇനി ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഹൗ വാസ് ദ സ്റ്റേ അറ്റ് ദി സ്പാ എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദി ചിൽഡ്രൻ? അപ്പോൾ അവിടുത്തെ താമസം ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്? The stay at the spa was real for the children because അവരെന്തൊക്കെ ചെയ്തു? റിയലായിട്ട് തോന്നി. എന്തൊക്കെ കൊണ്ടാണ്? They bathed in the hot spring sea'l അവർ കുളിച്ചു. Saw cicadas, bought popsicles and watched a man build a boat. ഇതൊക്കെ അവരവിടെ കണ്ട കാഴ്ചകളാണ്.
How about a souvenir photograph? Asked the headmaster when they were to leave. അപ്പോൾ തിരിച്ചു പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചോദിച്ചു പ്രിൻസിപ്പൾ? നമ്മൾക്കിത് ഓർത്തു വയ്ക്കാനായിട്ട് നമ്മൾക്കൊരു ഫോട്ടോ ഓർമ്മചിത്രം എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നു. They had never had a photograph taken of all of them together and the children were excited at the idea. അവരൊരിക്കലും ഒരുമിച്ച് ഇങ്ങനെ ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. No sooner was the headmaster ready with his camera than someone had gone to the toilet. അപ്പോൾ അദ്ദേഹം ക്യാമറ ഇങ്ങോട്ട് എടുത്തപ്പം ഒരാൾക്ക് എന്ത് വേണം, ബാത്റൂമിൽ പോകണം, ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. Then someone else had his gym shoes on the wrong feet and had to change them around. ഒരാൾക്ക് ഷൂ മാറിപ്പോയി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. When he finally said, is everyone ready? അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എല്ലാവരും റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ 1 or 2 of the children were lying on the ground. കുട്ടികളല്ലേ, 1 or 2 പേരൊക്കെ അവിടെ കിടക്കുകയൊക്കെ ആയിരിക്കും. They had become tired of holding their poses so long. കാര്യം എന്താ, അവരിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇരിക്കില്ലേ, കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ബോറടിക്കും. മതി, ഇനി എനിക്ക് വയ്യ എന്ന് പറയില്ലേ. കാര്യം എന്താ, അപ്പോൾ കുറേ പേര് ബാത്റൂമിൽ പോയി, കുറേ പേര് തൻ്റെ ഷൂ കെട്ടാൻ പോയി, കുറച്ച് പേര് അവിടെ കിടക്കുന്നു, ഫോട്ടോയ്ക്ക് ഞങ്ങൾക്ക് മാത്രം പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നിന്നവരൊക്കെ അങ്ങ് ക്ഷീണിച്ചു. They had become tired of holding their poses so long. It was a big problem getting everyone ready for the photograph. The whole process took a very long time. അപ്പോൾ എല്ലാവരെയും കൂടെ ഒരു ഫോട്ടോയിൽ സംഘടിപ്പിച്ചെടുക്കാൻ ഒത്തിരി സമയമെടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ പ്രോസസ്സിങ്ങും ഭയങ്കര ടൈം എടുത്തു. എല്ലാവരെയും ഒരുമിച്ച് കിട്ടില്ല, ഒരാൾ വരുമ്പം മറ്റേ ആൾ അവിടെ കാണില്ല, അങ്ങനെ. അപ്പോൾ ക്വസ്റ്റ്യൻ, why did the photo session take a very long time? എന്താണ് നമ്മൾ ആൻസർ ഇവിടെ പറഞ്ഞില്ലേ, എന്തായിരുന്നു? The photo session took a long time because some kids went to the toilet. കുറച്ച് പേര് ടോയ്ലറ്റിൽ പോയി. One had to fix his shoes. ഒരാൾക്ക് ഷൂ ഫിക്സ് ചെയ്യണം. And others got tired and lay down. മറ്റുള്ളവർ ടയേർഡായിട്ട് കിടക്കുന്നു. All these delays made it difficult to take the picture quickly. ഇതൊക്കെ കൊണ്ടാണ് പിക്ചർ പെട്ടെന്ന് എടുക്കാൻ താമസം വന്നത്. ഇനി but that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. അപ്പോൾ ആ ഒരു പിക്ചർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ് ചെയ്തതല്ലേ ആ പിക്ചർ. ആ ഒരു പിക്ചർ എന്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ടുള്ള, കടലിനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഒരു പിക്ചർ അത് കണ്ടപ്പോഴാണ് ആ ഒരു പിക്ചറാണ് അവർക്ക് ഓരോരുത്തർക്കും എന്തായത്, അപൂർവമായൊരു നിധിയായി മാറിയത്. വൺസ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് മെമ്മറീസ് വുഡ് ഫ്ലഡ് ബാക്ക്. ഒരിക്കലും അതിൽ നോക്കിയാൽ തന്നെ എന്താണ്, ആ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോകും. കാര്യം എന്താണ്, ഈ ഫോട്ടോ എടുത്തപ്പോൾ അതേ നോക്ക്, ലവൻ അവിടെ കിടക്കുക, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ കിടന്നത്, മറ്റവനെ നോക്കുക, അപ്പോൾ ഓടി വരുക, അവൾ അവിടെ പോയിരുന്ന, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉള്ളിൽ വരും അല്ലേ. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ ചാൻ ആ മനോഹരമായ സന്തോഷമായ ആ ഒരു വെക്കേഷൻ, സമ്മർ വെക്കേഷൻ ഒരിക്കലും മറക്കില്ല. ഇനി ക്വസ്റ്റ്യൻ, ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ. കമൻറ്റ്. അപ്പോൾ ടോട്ടോ ചാൻ അത് മറക്കില്ല. എന്താ കാര്യം മക്കളെ? ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ ബിക്കോസ് ദ ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ആൻഡ് ഹാപ്പി പോസസ് റിമൈൻഡഡ് ഹെർ ഓഫ് ദ ഫൺ ആൻഡ് സ്പെഷ്യൽ മൊമെൻറ്റ്സ്. അല്ലേ, ഈ ഫോട്ടോഗ്രാഫും ആ സീ ബാക്ക്ഗ്രൗണ്ടും ആ ഫൺ മൊമെൻ്റൊക്കെ അവളെ ഓർമ്മപ്പെടുത്തും, ഓരോരുത്തരുടെ പോസുകളും ഒക്കെ അല്ലേ. അങ്ങനെയാണ് ഇത് ഇവിടെ അവസാനിച്ചത്. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയേ ഉണ്ട് അല്ലേ. പറഞ്ഞപ്പോൾ ഒരുപാടായിപ്പോയി, ഫുൾ യൂണിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ നന്നായിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക, കഥ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മിടുക്കരായിട്ട് പഠിക്കണം. ചോദ്യത്തെ ആക്ടിവിറ്റീസ് തൊട്ട് പിറകിന് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. സമയം കിട്ടുവാണെങ്കിൽ മക്കളെ ആ ടോട്ടോ ചാൻ നിങ്ങളൊന്നെടുത്ത് വായിച്ച് നോക്കണേ, നല്ലതാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. ഈ വെക്കേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ ടോട്ടോ ചാൻ വായിക്കണം കേട്ടോ. അപ്പോൾ മിടുക്കരായിട്ട് പഠിക്കണേ. എക്സാം ഇനിയും വരുന്നുണ്ട്, തൊട്ട് പിറവിന് ക്രിസ്മസ് എക്സാമൊക്കെ വരും കേട്ടോ. മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.